പറഞ്ഞപ്പോൾ എബ്രായക്കാരി സ്ത്രീകൾ വലിയ വ്യതയോടും സങ്കടത്തോടും കൂടി തന്നെ കുറിച്ച് കരയുവാൻ ഒരുമിച്ചുകൂടി തന്റെ മാതാവ് അവൾക്ക് പരിചയമുള്ള ആളുകളോട് കൂടി അകലെയായിരുന്നു. അവൾ വലിയ കഷ്ടതയോടും ദുഃഖത്തോടും കൂടി മാടപ്രാവ് കുറവും പോലെ ഇപ്രകാരം പറഞ്ഞ് കരയുവാൻ തുടങ്ങി. എന്റെ മകനെ നീ എവിടേക്ക്? എന്റെ വാത്സല്യവാനെ നീ എവിടേക്ക്? എന്റെ വാത്സല്യവാനെ നിന്നെ ഇവർ എവിടേക്ക് കൊണ്ടുപോകുന്നു? ഈ ദുഃഖജനത്തിന്റെ കൈപിടിച്ചു നിന്നെ തന്നെ ഏൽപ്പിച്ചുകൊടുക്കുന്നത് എന്തിന്? എന്റെ മകനെ എനിക്ക് കഷ്ടം, എന്റെ വാത്സല്യവാനെ എനിക്ക് കഷ്ടം. എന്ത് സംഭവിച്ചു? ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ കഷ്ടാനുഭവം ഞങ്ങളെ പ്രതിയുള്ള നിന്റെ താഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു. തന്റെ മാതാവ് അവൾക്ക് പരിചയമുള്ളവരോടും അറിയിക്കുന്നു. അവൾ വലിയ കഷ്ടതയോടും ദുഃഖത്തോടും കൂടി മാടപ്രാവ് പോലെ ഇപ്രകാരം പറഞ്ഞു കരയുവാൻ തുടങ്ങി. എന്റെ മകനെ നീ എവിടേക്ക്? എന്റെ വാത്സല്യവാനെ നീ എവിടേക്ക്? എന്റെ വാത്സല്യവാനെ നിന്നെ എവിടേക്ക് കൊണ്ടുപോകുന്നു? ഈ ദുഃഖജനത്തിന്റെ കൈകളിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചുകൊടുത്തത് എന്തിന്? എന്റെ മകനെ എനിക്ക് കഷ്ടം, എന്റെ വാത്സല്യവാനെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ കഷ്ടാനുഭവം ഞങ്ങളെ പ്രതിയുള്ള നിന്റെ താഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു. നമ്മുടെ കർത്താവ് തന്റെ തോളിൽ കുരിശു വഹിച്ചുകൊണ്ട് കോട്ടയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ എബ്രായക്കാരി സ്ത്രീകൾ വലിയ വ്യതയോടും സങ്കടത്തോടും കൂടി തന്നെ കുറിച്ച് കരയുവാൻ ഒന്നിച്ചുകൂടി തന്റെ മാതാവ് അവൾക്ക് പരിചയമുള്ളവരോട് അകലെയായിരുന്നു. അവൾ വലിയ കഷ്ടതയോടും ദുഃഖത്തോടും കൂടി മാടപ്രാവും പോലെ പ്രകാരം പറഞ്ഞ് കരയുവാൻ തുടങ്ങി. എന്റെ മകനെ നീ എവിടേക്ക്? എന്റെ വാത്സല്യവാനെ നീ എവിടേക്ക്? എന്റെ വാത്സല്യവാനെ നിന്നെ ഇവർ എവിടേക്ക് കൊണ്ടുപോകുന്നു? ഈ ദുഷ്ടജനത്തിന്റെ കൈകളിൽ നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് എന്തിന്? എന്റെ മകനെ എനിക്ക് കഷ്ടം, എന്റെ വാത്സല്യവാനെ എനിക്ക് കഷ്ടം. ഇന്ന് നിനക്ക് എന്താ സംഭവിച്ചു? ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ കഷ്ടതനുഭവം ഞങ്ങളെ പ്രതിയുള്ള നിന്റെ താഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു. സങ്കടവും